ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ മല്ലു ഡ്രാമ ലവർ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്വാഡ് ആൻഡ് ഫയറി ഫോറിൻ്റെ തേർഡ് എപ്പിസോഡാണ് കേട്ടോ. എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നിർത്തിയത് നമ്മുടെ ടിയാൻ ലിങ്ഷനെ രക്ഷിക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോഴും ടിയാനെ നമ്മുടെ ലിങ്ഷ നന്ദിയോട് കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ സീയിങ്ങിനെയാണ്. സീയിങ് ആണെന്നുണ്ടെങ്കിൽ ആ നാഗന്യ പോലത്തെ പെണ്ണിനെ അവൻ്റെ ശക്തി ഉപയോഗിച്ചിട്ട് അവളെ അവിടെ നിന്ന് മായ്ച്ചു കളയാൻ കേട്ടോ. അപ്പോഴത്തേക്കും അവിടെയുള്ള നാട്ടുകാരും എല്ലാവരും വരുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാവരും നന്ദിയോടെ നമ്മുടെ ടിയാനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഒരു ചീത്ത ശക്തിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചതിന് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞിട്ട് അവനെന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയും, ഞാൻ മാത്രമല്ല, എൻ്റെ അച്ഛനും ഇങ്ങനെ തന്നെ ഒരാളായിരുന്നു. ചീത്ത ശക്തിയിൽ നിന്ന് എല്ലാവരെയും രക്ഷിക്കാൻ മാത്രമേ എൻ്റെ അച്ഛൻ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ അച്ഛൻ അങ്ങനെയൊന്നും കാണരുതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അവിടെയുള്ള നാട്ടുകാരെല്ലാവരും കൂടി അവനെ വണങ്ങുന്ന ഒരു സീനാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ പെങ്കൊച്ചു പറയും, ടിയാനോട് വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സീയിങ്ങിനെ ആയിരിക്കും. സീയിങ് ആണെന്നുണ്ടെങ്കിൽ ആ ചീത്ത ശക്തി എങ്ങോട്ട് പോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ ഒരു കാട്ടിലേക്ക് പോകുന്ന കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന വെച്ചാൽ നമ്മുടെ ടിയാനയും ലിങ്ഷനും തന്നെയാണ്. അവരും ഒരു കാട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷു പറയുന്നുണ്ട്, ടിയാൻ നീ ഇനി വിഷമിക്കൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ അവരിനെ സംസാരിച്ച് വരുന്നുണ്ട്. പിന്നെ അവരെത്തുന്നതെന്ന് വെച്ചാൽ ഒരു മരത്തിൻ്റെ അവിടെ ഇരിക്കും. അവിടെ നിറച്ച് എന്തൊരു പുഴ പോലെ ചുറ്റിനും കാണുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയും, അയ്യോ ഇത് കടലാണല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷു പറയും, ഓ പുഴനെ കണ്ടിട്ട് നീ കടലാണെന്നാണോ പറയുന്നത്, അപ്പോൾ കടലിനെ കണ്ടാൽ നീ എന്ത് പറയുന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ തിരിച്ചുകൊണ്ടൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ ചെക്കൻ അങ്ങോട്ടൊക്കെ നോക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷയാണെങ്കിൽ തീ കായാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ വന്നിട്ട് പറയും, ഇങ്ങനെ ഒരു കാട്ടുവാസന എൻ്റെ കൂടെ ഉള്ളപ്പോൾ നീ എന്തിനാ ചെയ്യുന്നത്, ഞാൻ ചെയ്തുതരാന്നൊക്കെ പറഞ്ഞിട്ട് അവനെന്നെ ചെയ്യാൻ നോക്കുന്നുണ്ട്. ആ ടൈമിൽ നിന്ന് നമ്മുടെ ലിങ്ഷൻ്റെ കയ്യിലുള്ള ഒരു പേപ്പർ ഉപയോഗിച്ചിട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അത് പറത്തി വിടാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ എന്തോ ഒരു അനക്കം കഴിക്കുമ്പോഴത്തേക്കും ലിങ്ഷ ടിയാനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് ഓടി പോകുന്നുണ്ട്. അപ്പം കാണിക്കുന്ന വെച്ചാൽ നമ്മുടെ ചെറിയ പന്നീനായിരിക്കും. ചെറിയ പന്നിയാണെന്നുണ്ടെങ്കിൽ അവിടെ അടുത്തുള്ളൊരു ചെടീൻ്റെ അരികിൽ പോയി നിന്നിട്ട് മറഞ്ഞു നിന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും കേട്ടോ. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ടിയാനാണെങ്കിൽ തീയൊക്കെ കാഞ്ഞ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ടിയാന് ഭയങ്കര സങ്കടം, ഫുഡ് കഴിക്കാനായിട്ട് ഒന്നും ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള സങ്കടമൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചൊരു സൗണ്ട് ആയിട്ട് ഇങ്ങനെ നെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെങ്കൊച്ച് പറയുന്നുണ്ട്, ടിയാൻ ഇവിടെ ആരോ ഉണ്ട്, നമ്മളെ ശ്രദ്ധിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ടിയാൻ അവൻ്റെ വയറ്റിൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് പറയും, എനിക്ക് വിശക്കുന്നുണ്ട്, എൻ്റെ വയറ്റിൽ നിന്നാണ് ഈ സൗണ്ടൊക്കെ വരുന്നുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ അവളുടെ കയ്യിലുള്ള കൊഴുക്കട്ട പാക്കറ്റ് എടുത്തിട്ട് പറയും, ഇതാ നിനക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചാന്ന് പറഞ്ഞിട്ട് അവനെ കൊടുക്കുന്നതാണ്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിനക്ക് വേണ്ടേ, നീ എന്തിനാ എനിക്ക് വേണ്ടിയിട്ട് ഇത് എടുത്ത് വെച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും, നിനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ എടുത്ത് വെച്ചതിനെ പറയും കേട്ടോ. അപ്പം നമ്മുടെ ടിയാൻ പറയും, നീ എല്ലാ പെൺകുട്ടികളെ പോലെ അല്ല, എല്ലാവരും എന്നോട് പറയല് പെൺകുട്ടികളൊന്നും വിശ്വസിക്കാൻ പാടില്ല അങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ് പറയുമോ അങ്ങനെയായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ടിയാൻ അവൻ്റെ അച്ഛനെ പറ്റി ആലോചിക്കും. അതായത് അച്ഛൻ കൊടുത്ത ആ ഒരു പലക അതിന് വേണ്ടി ആലോചിക്കുമ്പോഴത്തേക്കും അവൻ അതിനെ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കും അതിൻ്റെ അടുത്തൊരു മുഖംമൂടിയും കിടപ്പുണ്ടാവും. അവൻ്റെ അച്ഛൻ്റെ ഒരു പലക കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അവൻ ആ പലക എടുത്ത് വെച്ചിട്ട് അവൻ്റെ അച്ഛനോട് സംസാരിക്കുന്ന പോലെ ലിങ്ഷിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇതിനെ സംസാരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കുച്ചി വേണ്ട സങ്കടമായിട്ട് അവനിങ്ങനെ നോക്കി നിൽക്കുന്ന സീനാണ് കേട്ടോ കാണിക്കുന്നത്. അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ ഇങ്കീൻ, അതായത് നമ്മുടെ സുയാവ് വാങ്ഷു വാള് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞു വിട്ട ആളാണ് കേട്ടോ. അയാൾ അവിടെ വന്നിട്ടുണ്ട്. ആ ടൈമിൽ ഒരു മുയലിനെ അവിടെ കാണുന്നുണ്ട്. ആ മുയലിന് കാല് കൊണ്ട് വയ്യാതാകുമ്പോഴത്തേക്കും അവൻ ഒരു മന്ത്രം ചൊല്ലിയിട്ട് അതിൻ്റെ കാലൊക്കെ ശരിയാക്കിയിട്ട് അതിനങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ അവൻ്റെ കയ്യിലൊരു പേപ്പറുണ്ട്, അതായത് നമ്മുടെ ലിങ്ഷ വാങ്ഷുവാളിനെ പറ്റി എഴുതിയ ഒരു പേപ്പർ ആയിരിക്കട്ടെ നമ്മുടെ ഇങ്കയുടെ കൈ കിട്ടുന്നുണ്ടാവുക. അതിന് ശേഷം കാണിക്കുന്ന വെച്ചാൽ നമ്മുടെ ടിയാനും ലിങ്ഷയും കൂടി അവിടെ സംസാരിച്ചിരിക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ടിയാനോട് ലിങ്ഷ പറയുന്നുണ്ട്, നീ അതിൻ്റെ ഹീറോയാണ്, നിന്റെ അച്ഛനെ പോലെ തന്നെ നീ ഒരു ഹീറോ ആയിട്ട് തന്നെയാണ് എല്ലാവരുടെ മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ തന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ടിയാൻ പറയുമ്പോൾ എൻ്റെ അച്ഛനൊരു ഹീറോ തന്നെയാണ്, അച്ഛൻ എല്ലാവരെയും രക്ഷിക്കുമായിരുന്നു, ചീത്ത ശക്തികളെയൊക്കെ അച്ഛൻ നശിപ്പിക്കുമായിരുന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ കഥകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത സീൻ കാണുന്നത് വെച്ചാൽ നമ്മുടെ ലിങ്ഷ അവർക്കതിന് എനിക്ക് വരുമ്പോഴത്തേക്ക് അവൾ പറയുന്നത് നമ്മുടെ ടിയാനോട് പറയണം, അതായത് അവളെ ആരൊക്കെയോ ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മൾ ആരൊക്കെയോ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ ചെറിയ പന്നി അവിടെ നിന്ന് പറന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് കാണുമ്പോഴത്തേക്ക് ടിയാൻ ഡിയർ നീയോ എന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെറിയ പന്നി ടിയാനോട് പറയും, ഇവളൊട്ടും വിശ്വസിക്കരുത്, ഇവൾ നിന്നെ ചതിക്കുകയാണ്, ഇവൾ ആർക്കോ വേണ്ടിയിട്ട് ലെറ്റർ എഴുതിയിട്ട് പറത്തി വിട്ടേക്കാണെന്നൊക്കെ എന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ പറയും, അത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി എഴുതിയതാണ്, അവളോട് ഞാൻ വരാം എന്നുള്ള രീതിയിൽ ലെറ്റർ എഴുതാതെ എന്ത് തെറ്റാണുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലിങ്ഷ പറയുമ്പോഴത്തേക്കും ടിയാൻ പറയും, അവൾ നല്ല പെണ്ണാണെന്നെങ്കിൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ പിന്നെ കാണിക്കുന്നത് വെച്ചാൽ ഒരു സിംഹത്തിൻ്റെ മുകളിൽ ഒരു ആളുണ്ട് കേട്ടോ. അയാളാണ് കാണിക്കുന്നത്. അയാൾ വന്നിട്ട് നമ്മുടെ ടിയാനോട് പറയുന്നുണ്ട്,
വാങ്ഷു വാള് എൻ്റെ കയ്യിലേക്ക് തരാനിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ടിയാൻ ചോദിക്കുന്നുണ്ട് എത്ര പേരാണ് ഈ വാളിൻ്റെ പുറകെ വരുന്നതൊക്കെ എന്നെ ചോദിച്ചിട്ട് ഇതാകുമ്പോഴത്തേക്കും ഇവർ തമ്മിൽ നല്ലൊരു ഫൈറ്റ് സീനാണ് നടക്കുന്നത്. അപ്പോൾ ഫൈറ്റ് സീൻ മുറുകുമ്പോഴത്തേക്കും നമ്മുടെ ടിയാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സീയിങ് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. സീയിങ് ആണെങ്കിൽ ആ സിംഹത്തിൻ്റെ മുഖംമൂടി വെച്ച ആളായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ആ ചെറിയ പന്നി പറന്ന് വരുന്നുണ്ട് കേട്ടോ. ആ മുഖംമൂടി വെച്ച ആളുടെ അടുത്തേക്ക് പറന്ന് വരുന്നുണ്ട്. ഇതാണ് എൻ്റെ അച്ഛനെ കൊന്നെന്ന് പറഞ്ഞ് പറന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ സീയിങ് ഇവനെയും കൊല്ലാൻ നോക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ടിയാൻ വന്ന് ആ തടയുന്നുണ്ട്. ടിയാൻ പറയും ഇതൊരു പാവം പന്നിയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ തന്നെ കാണിക്കുന്ന ആ നാഗന്യ പോലത്തെ പെണ്ണ് ആ മുഖംമൂടി വെച്ച് അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറന്ന് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ ലിൻഷു പറയും ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് നമ്മുടെ ടിയാനോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ടിയാൻ പറയും അതെങ്ങനെ നമ്മൾ രക്ഷപ്പെടാം, നമ്മൾ രക്ഷിക്കാൻ വന്നിട്ട് അവരെ നമ്മൾ കളഞ്ഞിട്ട് ഇവിടുന്ന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവനും ആ ഫൈറ്റിങ്ങിലേക്ക് ഇടപെടാൻ പോകുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ സീയിങ്ങിൻ്റെ വാള് മറ്റേ നാഗന്യ പോലത്തെ പെണ്ണിൻ്റെ മേത്തേക്കിൻ്റെ വീഴാൻ പോകുമ്പോഴത്തേക്കും അതിനെ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ മുഖംമൂടി വെച്ച ആള് അത് ഏറ്റെടുക്കുന്നുണ്ട്. അയാളുടെ ആ മുതുകത്തായിരിക്കും അത് കൊള്ളുന്നുണ്ടാവുക. അപ്പോഴത്തേക്കും നമ്മുടെ ആ നാഗന്യ അയാളോട് ഇങ്ങനെ പറയുന്നുണ്ട് വാ നമുക്ക് രക്ഷപ്പെടാം എന്ന് പറയുമ്പോഴത്തേക്കും ആ മറ്റേ മുഖംമൂടി വെച്ച ആ ഒരാൾ പറയുന്നുണ്ട് അതൊന്നും സാറില്ല ഞാൻ ഇത് ഏറ്റെടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇങ്ങനെ തളർന്ന് വീണുണ്ട്. അതേപോലെ അവിടെ നിന്ന് മാഞ്ഞു പോകുന്ന സീനും കാണിക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ടിയാനും ലിൻഷയ്ക്ക് ഭയങ്കര സങ്കടമാവും കേട്ടോ. അപ്പം നമ്മൾ ലിൻഷു പറയുന്നുണ്ട് ടിയാൻ എനിക്ക് മുറിവൊക്കെ പറ്റിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കന് ഭയങ്കര സങ്കടമാവും. അതേപോലെ നമ്മുടെ ചെക്കൻ പറയുന്നുണ്ട് ഇതൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഒരു വാളിന് പുറകെ എത്ര ആൾക്കാരാണ് നമ്മുടെ പുറകെ വരുന്നതൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സീയിങ് അവിടെ വരുന്നുണ്ട് കേട്ടോ. സീയിങ് അവൻ്റെ കയ്യിലുള്ള ഒരു പവർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ലിൻഷയുടെ മേത്തുള്ള ആ ഒരു മുറിവ് ഉണക്കുന്നതാട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ട് വാ പൊളിച്ചിട്ട് നിൽക്കുന്നതാണ്. ഓ നിങ്ങളൊന്ന് നോക്കിയപ്പോൾ തന്നെ അവളുടെ മുറിവൊക്കെ പോയല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നമ്മുടെ സീനിൻ്റെ അടുത്തേക്ക് നമ്മുടെ ടിയാൻ പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ടിയാൻ ഇങ്ങനെ സീനോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയും നല്ല പവർ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ വാങ്ഷു വാളിനെപ്പടി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആ വാൾ എവിടെയെന്ന് ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ല, പക്ഷെ അതിന് നല്ലൊരു പവറുള്ള വാളാന്നൊക്കെ നമ്മുടെ സീയിങ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷയാണെന്ന് ഇവരെന്താ ഇതിനെപ്പറ്റി അറിവുള്ള പോലെ സംസാരിക്കുന്ന രീതിയിൽ നമ്മുടെ ലിൻഷ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ സീയിങ് അവൻ്റെ ദേഹത്തിനെ തൊടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചെക്കൻ്റെ ദേഹത്തിനെ തൊട്ടിട്ട് പറയും നീ ഒരു പവറിനെ പറ്റി പഠിച്ചിട്ടില്ലെങ്കിലും നിന്റെ ശരീരത്തിന് നല്ല പവർ ഉണ്ട് എന്നൊക്കെ നമ്മുടെ സീയിങ്ങിനെ തൊട്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെക്കന് ഭയങ്കര സന്തോഷം. എന്നിട്ട് ചെക്കനും നമ്മുടെ സീയിങ്ങിൻ്റെ മേത്തിനെ കൈ വെച്ചിട്ട് പറയും നമുക്കിനി ഫ്രണ്ട്സ് ആയാലോ എന്നുള്ള രീതിയിൽ അവർ രണ്ടാളും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊക്കെ വെച്ചിട്ട് ഇനി സംസാരിച്ച് നിൽക്കുന്ന കേട്ടോ കാണിക്കുന്നത്. ആ ടൈമിൽ തന്നെ നമ്മൾ സീയിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെക്കനാണ് ഉന്തി മാറ്റിയിട്ട് ഒരു മന്ത്രം ചൊല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയും നിന്റെ ശക്തി എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം, ഈ വലയത്തിൻ്റെ അവിടെ വന്ന് നിൽക്കാനായിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ തന്നെ നമ്മൾ ലിൻഷ ഓടി വന്നിട്ട് പറയും എൻ്റെ ശക്തി ഒന്ന് കാണിച്ചു തരുമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലിൻഷേൻ്റെ ദേഹത്താണെന്നുണ്ടെങ്കിൽ ഒരു പിങ്ക് കളറിലൊരു പവർ ആയിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മുടെ സീയിങ് പറയും അതൊരു ഫസ്റ്റ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞിട്ട് ഇത് നിൽക്കും. അതേപോലെ തന്നെ നമ്മൾ ടിയാനോട് പറയുന്നുണ്ട് ടിയാൻ വന്ന് നിൽക്കാൻ പറയുമ്പോഴത്തേക്കും ടിയാൻ നിൽക്കുമ്പോഴത്തേക്കും കളറൊന്നും മനസ്സിലാവത്തില്ല, കുറേ വെറൈറ്റി കളേഴ്സൊക്കെയാണ് വരുന്നുണ്ടാവുക കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ടിയാനാണെങ്കിൽ ഇങ്ങനെ ആകെ അന്തമായിട്ട് നിൽക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട് എനിക്കിങ്ങനെ ഒരു പവേഴ്സ് ഒന്നും ഇല്ലല്ലോ, പിന്നെ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ സീയിങ് പറയുന്നുണ്ട് നിനക്ക് പവറൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നിനക്ക് ഏറ്റവും നല്ല ശക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയും എന്നാൽ ഞാൻ നിങ്ങൾക്ക് വാൾ വെച്ച് മുയലിനെ വേട്ടയാടി തരാമെന്ന് ഇങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ സീയിങ് പറയും നീ എന്താ ഈ വാളിനെ അപമാനിക്കുകയാണോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ പെങ്കൊച്ച് പറയുന്നുണ്ട് ഇയാളെന്താ ഇങ്ങനെ വാള് വെച്ചിതാക്കാന്നല്ലേ പറഞ്ഞുള്ളൂ, അത് വാങ്ഷു വാളൊന്നുമല്ലല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ലിൻഷയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഈ സീയിങ്ങിനെ ഇത് വാങ്ഷു വാളാന്ന് മനസ്സിലായി എന്നുള്ള രീതിയിൽ നമ്മുടെ പെങ്കൊച്ചിന് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സീയിങ്ങും ലിൻഷനോട് ഇങ്ങനെ ചുമ്മാ ദേഷ്യപ്പെടുന്നുണ്ട് ഈ വാളിനെ പറ്റിയുള്ള ഇതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല, വാളിനെ അങ്ങനെ അപമാനിക്കാനൊന്നും പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആ ടൈമിൽ നമ്മുടെ ലിൻഷ പറയും ഓ നിങ്ങൾക്കപ്പോൾ ഈ വാളോട് എന്തോ കണ്ണുണ്ടല്ലോ എന്നുള്ള രീതിയിലെല്ലാം സംസാരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സീയിങ് പറയും എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം, എനിക്ക് അത്യാവശ്യം ഒരു പണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്ന സീനും കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിലാണ് നമ്മുടെ ടിയാൻ ലിൻഷയോട് പറയുന്നത് നീ എന്തിനാ എപ്പോഴും അയാളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അയാളൊരു പാവമാണ് നിനക്ക് കണ്ടറിയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷ പറയും നിന്റെ പ്രശ്നം ഇത് തന്നെയാണ്, നീ എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് അവനെയും കൊണ്ട് പോകുന്ന സീനാട്ടോ കാണിക്കുന്നത്.
അടുത്ത സീൻ കാണിക്കുന്നത് വെച്ചാൽ ആ സിംഹത്തിൻ്റെ മുഖംമൂടിയിട്ട് ആൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെയാണ് കേട്ടോ. അയാളുടെ പേരാണ് ബൈക്കേവ്. അയാളുടെ കയ്യിലൊരു കുടുക്കയുണ്ട്. അതിനകത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പൂട്ടിയിട്ട ഒരാളെയാണ് കേട്ടോ കാണിക്കുന്നത്. യുനാൻ എന്നാണ് ആ ഒരു കുടുക്കേൻ്റെ ഉള്ളിലുള്ള ഒരാളെ പറയുന്നത്. അപ്പോൾ ആ യുനാനിനോട് നമ്മുടെ ബൈക്കേവ് പറയാണ്, നീ എന്നെ രക്ഷിക്കണം, എനിക്കൊരു ഹെൽപ്പ് വേണം, എനിക്കൊരാളെ നീ കൊന്നു തരണം എന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും യുനാൻ ഇങ്ങനെ പറയുന്നുണ്ട്, നീ എന്നെ ഇതിൽ നിന്ന് മോചിതനാക്കി കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന എന്തും ചെയ്യാം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ബൈക്കേവ് അവൻ്റെ കയ്യിലുള്ള ശക്തി ഉപയോഗിച്ചിട്ടും യുനാനെ പുറത്തേക്ക് വരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ യുനാന് ബൈക്കേനോട് പറയുന്നുണ്ട്, നീ എന്നെ എന്നും ഇങ്ങനെ പെർമനൻ്റ് ആയിട്ട് പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ നീ പറയുന്ന ഈ ലോകത്തിലുള്ള എല്ലാവരെയും ഞാൻ കൊന്നു തരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ബൈക്കേവിന് ഭയങ്കര സന്തോഷമാവും. ബൈക്കേവ് പറയുമ്പോൾ ഞാൻ നിനക്ക് സമയം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് യുനാൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അടുത്ത സീൻ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ബൈക്കേവ് മറ്റേ നാഗന്യ പോലത്തെ ഒരു പെണ്ണായിട്ട് സംസാരിക്കുന്നതാണ് കാണുന്നത്. ആ നാഗന്യ പോലത്തെ പെണ്ണിനെ പറയുന്നുണ്ട്, എന്താണ് ആ സിംഹത്തിനെ പോലുള്ള ഒരാൾ, അയാൾ നഷ്ടപ്പെട്ടതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്, എൻ്റെ മുന്നിൽ നിന്നാണ് അവൻ്റെ ജീവൻ ഇല്ലാതായത് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒരു സാധനം അവൾ ഓർമ്മയ്ക്കായിട്ട് എടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഈ ബൈക്ക് പറയും, ആദ്യം ഞാൻ പറഞ്ഞ പണി നീ പൂർത്തിയാക്കാം, എന്നിട്ട് മതി ഓർമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ ഒരു സാധനം പൊറിച്ച് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ നാഗന്യ പോലത്തെ ആ പെണ്ണിനൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല, അവിടെ നിന്ന് കരയുന്ന കേട്ടോ കാണിക്കുന്നത്. അടുത്ത സീൻ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ടിയാനും ലിങ്ഷയും കൂടി നടന്നു വരുന്നുണ്ട്. ഇനി പറയുന്നുണ്ട്, എന്താണ് നമ്മുടെ ടിയാൻ പറയുന്നുണ്ട് അയാൾ നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെ എന്നെ പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ പറയുന്നുണ്ട്, നല്ലൊരു മനുഷ്യനാണെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ആ വാളിൻ്റെ പുറകെ വരുന്നത്, അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു ദുരുദ്ദേശം ഉണ്ടാവില്ലേ എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ. നിനക്ക് ഈ ഒരു വാളാണോ അതോ ആൾക്കാരാണോ നിനക്ക് വലുതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയും, എനിക്ക് വാള് തന്നെയാണ് മുഖ്യം, കാരണം എൻ്റെ അച്ഛൻ എനിക്ക് ആകെ തന്നൊരു ഗിഫ്റ്റ്, അല്ലെങ്കിൽ ഓർമ്മയ്ക്കായിട്ട് തന്നൊരു സംഭവം ഈ വാള് മാത്രമാണ്. പക്ഷേ വാളാണോ നീയാണോ മുഖ്യം എന്ന് ചോദിച്ചാൽ ഞാൻ നീയാ തന്നെയാണേ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലിങ്ഷനോട് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ലിങ്ഷയ്ക്ക് ഭയങ്കര സങ്കടമാവും, ഇത്രയും നല്ലൊരു ആളെയാണോ ഞാൻ ഇങ്ങനെ മോശമായി വിചാരിച്ചെന്നുള്ള രീതിയിൽ അവളിങ്ങനെ സങ്കടപ്പെട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അടുത്തെന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ലിങ്ഷ് പറയും, എന്തോ ചീത്ത ശക്തി നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും, ആ ചീത്ത ശക്തിയൊന്നുമല്ല, നല്ല ശക്തി തന്നെയാണ് എന്നൊക്കെ പറയും കേട്ടോ. ആ ഒരു ശബ്ദം വരുന്നുണ്ടാവുന്നത് ഒരു പ്ലാന്റ്സിൽ നിന്നായിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഇവർ അതിൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് സീങ് വന്നിട്ട് അതിനെ നശിപ്പിക്കാൻ നോക്കും കേട്ടോ. ആ ടൈമിൽ നമ്മുടെ ടിയാൻ പറയും, വേണ്ട അതിനെ നശിപ്പിക്കേണ്ട ആവശ്യമില്ല, അത് നമ്മളൊന്നും ചെയ്യത്തൊന്നുമില്ല, നല്ലൊരു ശക്തിയാണ്, നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പയ്യൻ ആ ഒരു ട്രീൻ്റെ അടുത്ത് പോയിട്ട് കൈ വെച്ചിട്ട് ശരി പൊക്കോ എന്നുള്ള രീതിയിൽ അതിനെ തട്ടി വിടുന്നുണ്ട് കാണിക്കുന്നത്. ആ ട്രീ ആയിട്ടിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും ടിയാൻ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ സീങ്ങിനാണെങ്കിൽ ഭയങ്കര അത്ഭുതമായി പോട്ടെ. സീങ് ചോദിക്കുന്നുണ്ട്, നിനക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നു, നിനക്ക് എങ്ങനെയാണ് ഈ ട്രീസൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ് പറയും, ഓ താങ്കൾ മാത്രമാണോ വലിയ ബുദ്ധിശാലി, ടിയാനും എന്തൊന്നും സാധിച്ചുകൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ സീങ് അവൻ്റെ വാളിനെ നീട്ടിയിട്ട് പറയും, അതാ ടിയാൻ്റെ കഴുത്തിലുള്ള ആ ഒരു ചെയിനിലുള്ള ആ ഒരു കല്ലും എൻ്റെ കയ്യിലുള്ള ഈ ഒരു കല്ലും സെയിം ആണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് കാണിച്ചു കൊടുക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ് നോക്കുമ്പോഴത്തേക്കും അത് കറക്റ്റാന്നുള്ള രീതിയിൽ മനസ്സിലാവും. നമ്മൾ ടിയാനും നോക്കുമ്പോഴത്തേക്കും ടിയാൻ പറയും, ഇതെൻ്റെ അമ്മേൻ്റെ കല്ലറയിലുള്ള കല്ലാണെന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് പറയും, എൻ്റെ അമ്മേൻ്റെ പേര് സൂയു എന്നാണ്, അതുപോലെ എൻ്റെ അച്ഛൻ ടിയാൻഷ എന്നാണ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും കേട്ടോ. അതൊക്കെ നമ്മുടെ ചെക്കനാണെങ്കിൽ വരെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ടാവും, ഇനി ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള രീതിയിൽ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോഴാണ് നമ്മുടെ സീനൊരു കാര്യം ഓർമ്മ, അതായത് സുയാവ് അതുപോലെ സൂയുവിനെ പറ്റിയും അതുപോലെ തന്നെ ടിയാൻഷിയാനെ പറ്റിയും പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ സീന് ഓർമ്മ ഉണ്ടാവും കേട്ടോ. പക്ഷേ സീൻ അതൊന്നും പറയാതെ തന്നെ ഈ കല്ലിനെ പറ്റി എനിക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ അവൻ അവിടെ നിന്ന് പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയുമ്പോൾ നമുക്ക് സിറ്റിയിലേക്ക് പോകുന്ന പറഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് അവരൊരു സിറ്റിയിൽ വന്നേക്കാണ്. അവിടെ വരെ ക്രൗഡാണ്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ചെക്കനാണെങ്കിൽ വായുമ്പോഴൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. ഇവർ വന്നേക്കുന്നത് വെച്ചാൽ നമ്മുടെ ലിങ്ഷേൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ ഇവർ ആ ഒരു സിറ്റിയിലേക്ക് വന്നിട്ടുണ്ടാവട്ടെ. അപ്പോൾ ആ ടൈമിൽ ഇവർ നടന്നു വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു വണ്ടികളിൽ നിന്ന് വൈൻ ഇങ്ങനെ ഇറക്കിയിരിക്കും, അത് താഴെ കഴിഞ്ഞിട്ട് വൈൻ ബോട്ടിലിന് പൊട്ടുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ അതിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയും, ഇത് നല്ല വെള്ളമാണല്ലോ, നമുക്കിത് കുടിച്ചാലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ ഓടി ചെന്നിട്ട് പറയും, ഇത് വെള്ളമല്ല, ഇത് വൈനാണ്, ഇത് കുടിക്കാൻ പാടില്ല, കുടിച്ചു കഴിഞ്ഞാൽ കള്ളുകുടിയന്മാരെ പോലെ നടക്കും, നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അതൊക്കെ തന്നെയൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ടിയാൻ ചോദിക്കും, നീ ഇത് കുടിച്ചിട്ടുണ്ടോ ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും, എനിക്ക് ഇതിനെ പറ്റിയൊക്കെ അറിയാമെന്നൊക്കെ എന്നെ പറയും കേട്ടോ. എന്നിട്ട് നമ്മുടെ ലിങ്ഷ ചോദിക്കും, നീ എന്താ ഇവിടെ തന്നെ നിൽക്കാനാണോ നോക്കുന്നത്, എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ കാണണം, വാങ്ങിട്ടുണ്ട് കുറച്ച് പൈസ ഒക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ലിങ്ഷ അവളോട് ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ടിയാൻ പറയും, നിനക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാള് വിട്ടിട്ട് എനിക്ക് പൈസ തരാമെന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷോ ഇവനിങ്ങനെ നന്മമാരായിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവനോട് പിന്നെ പറയും, നീ ഇവിടെ തന്നെ നിൽക്കണം, ഞാനിപ്പോൾ തന്നെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവനോട് സ്ഥലത്ത് നിർത്തുന്നുണ്ട് കേട്ടോ.
ആ ടൈമിൽ അടുത്തുള്ള ഷോപ്പിൽ നല്ല നല്ല ഫുഡ്സ് ഒക്കെ വിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കാണെങ്കിൽ അവൻ വേണ്ടി കൊതിയാവും. പക്ഷെ അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല കേട്ടോ വാങ്ങാൻ. അപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ടിയാനാണെങ്കിൽ അവിടെ തന്നെ അനങ്ങാണ്ട് നിൽക്കണം. കാരണം ലിങ്ഷ വന്നതിനെ കണ്ടില്ലെങ്കിലെന്ന് വെച്ചിട്ട് അവൻ അവിടെ തന്നെ അനങ്ങാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണുന്നത് വെച്ചാൽ നമ്മൾ ലിങ്ഷയാണെന്നുണ്ടെങ്കിൽ ഒരാളോട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത്. അതായത് അവളിങ്ങനെ വാള് കൊടുക്കുന്നതിനെ പറ്റിയാണ് കേട്ടോ സംസാരിക്കുന്നത്. വാള് നമ്മുടെ ടിയാൻ അറിയാണ്ട് അത് അവൾ വിൽക്കാനൊക്കെയാണ് കേട്ടോ അവളുടെ വിചാരങ്ങൾ. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ സീങ് നമ്മുടെ ടിയാൻ്റെ അടുത്ത് വരുന്നുണ്ടാവുക. ടിയാനോട് പറയും, സീങ് പറയുമ്പോൾ നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ ടിയാൻ പറയില്ല, അവൾക്ക് ഞാൻ പ്രോമിസ് കൊടുത്താണ് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സീങ് ആണെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് നല്ല നല്ല ഫുഡ്സ് ഒക്കെ ഓർഡർ ചെയ്യും കേട്ടോ. എന്നിട്ട് അവനോട് പറയും വാ വന്നിട്ട് കഴിക്കാൻ പറയും. അപ്പോൾ അതിൻ്റെയൊക്കെ സ്മെല്ലടിക്കുമ്പോഴത്തേക്ക് അവൻ ഓൾറെഡി വിശക്കുന്നുണ്ടാവില്ല, അവന് വേഗം ചെന്ന് അവിടെ ഇരിക്കും കേട്ടോ. ആ ടൈമിലൊരു മരത്തിൻ്റെ ഒരു ഉറ പോലെ കൊടുത്തിട്ട് പറയും, ഈ വാള് അവൻ്റെ കയ്യിലുള്ള വാൾ ഇതിനകത്ത് സൂക്ഷിക്കണം, നീ ഇത് എവിടെയും കളയരുതെന്ന് നമ്മുടെ ടിയാനോട് സീങ് പറയും കേട്ടോ. എന്നിട്ട് സീങ് അവിടെ പൈസ വെച്ചിട്ട് പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട്, ഞാൻ പോയിട്ട് നീ കഴിച്ചൊന്നും പറഞ്ഞ് നമ്മുടെ സീങ് അവിടെ നിന്ന് എനിക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ടിയാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഓ പണക്കാരൻ പൈസ ഒക്കെ വെച്ചിട്ട് ആ പോകും എന്നുള്ള രീതിയിൽ കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലിൻഷേനെയാണ്. ലിൻഷ ആ പയ്യനോട് പറയുന്നുണ്ട്, നിങ്ങൾ ആ വാള് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, നമ്മുടെ ടിയാനൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണുന്നത് തൊട്ടടുത്തുള്ള ഷോപ്പിൽ നമ്മുടെ ലിൻഷേൻ്റെ പിക്ചേഴ്സൊക്കെ വെച്ചിട്ട് ഈ പെൺകുട്ടി ആരെങ്കിലും കണ്ടെങ്കിൽ വിവരം അറിയിക്കണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അവൻ ആ ഒരു നോട്ടീസ് എടുത്തിട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷേൻ്റെ ഫോട്ടോ ആയിരിക്കും കേട്ടോ. അപ്പോൾ അവൻ പറയും, ഇത് ലിൻഷയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതേപോലെ തൊട്ടപ്പുറത്ത് എന്താണ് ആ വാള് വാങ്ങാനായിട്ട് ഇവൻ്റെ അടുത്തേക്ക് ഒരാളിങ്ങനെ വെറുതെയും കാണിക്കുന്നുണ്ടോ. ഇതോടെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് തസ്നി, ബൈ.